പാലക്കാട് മണ്ഡലത്തിൽ കണ്ണാടി പഞ്ചായത്ത് UDF കൺവെൻഷൻ നടത്തി. പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്ത് കൺവെൻഷൻ KPCC സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLAയും ആ MLA പ്രതിദാനം ചെയ്യുന്ന ഒരു സർക്കാരും 2011 നമ്മുടെ സംസ്ഥാനത്ത് വന്നതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് ആ കാലഘട്ടത്തിലാണ്. ആ 5 വർഷക്കാലം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത 13ഓളം മെഡിക്കൽ കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയ എത്രയോ എണ്ണി പറയാവുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ്. സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. കിണാശ്ശേരിയിൽ നടന്ന കൺവെൻഷനിൽ രാജേന്ദ്രൻ നായർ, PV രാജേഷ്, സൈദലവി പൂളക്കാട്, A. ബാലൻ, പ്രസാദ്, പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ, ദീപക്, ഹക്കീം തോട്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു. രമേശ് പിഷാരടി മറുപടി പ്രസംഗം നടത്തി. ഒരു പരസ്യ പ്രചരണങ്ങൾ വഴി വന്നിട്ടുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളതാണ്, പ്രവർത്തിച്ചു വന്നിട്ടുള്ള പാർട്ടിയാണ്. നമ്മളൊരു കുട്ടിയെ ജനിച്ചാൽ ആദ്യത്തെ 20 വർഷമാണ് അതിനെ വളർത്താൻ ഏറ്റവും പാട്. 20 വർഷങ്ങൾക്ക് ശേഷം അത് തന്നെ നടക്കും, തന്നെ ജോലി ചെയ്യും, തന്നെ സമ്പാദിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന ഈ വലിയ പ്രസ്ഥാനത്തിന്റെ കൈകളിലേക്ക് ഭാരതം എത്തുമ്പോൾ 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഒരു രാജ്യം കയ്യിൽ കിട്ടുന്നു. അന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസം 15% താഴെയാണ്, ആയുസ് 45 വയസ്സിൽ താഴെയാണ്, വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും തന്നെയില്ല. 15% താഴെ വിദ്യാഭ്യാസമുള്ള, ചേരി തിരിഞ്ഞ്, ജാതി പറഞ്ഞും മതം പറഞ്ഞും തിരിഞ്ഞു നിന്ന, നാട്ടുരാജ്യങ്ങളെ തിരിഞ്ഞു നിന്ന ഒരു രാജ്യത്തെ കൈപിടിച്ചുയർത്തി വർഷങ്ങൾ കൊണ്ട് അതിൻ്റെ എല്ലാ നിലയിലുള്ള പുരോഗതിയും കൈവന്ന ശേഷമാണ് സത്യത്തിൽ BJP ഈ പാർട്ടി ഇന്ത്യ എടുക്കുന്നത്. BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ മൊബൈൽ ഫോണുമായിട്ട് നടക്കുന്ന നാട്ടുകാരാണ് ഈ നാട്ടിലുള്ളത്. ആ നാട്ടിലാണ് ഇവർ വന്നത്. വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കുട്ടിക്കാലത്ത് പോലും രാജീവ് ഗാന്ധി മരിച്ച വിവരം സ്പീക്കറിൽ വെച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയധികം ദാരിദ്ര്യം ഉണ്ടായിരുന്നു നമുക്ക്. അവിടെ നിന്നും ഈ രാജ്യത്തെ കരകയറ്റിയ, ഈ രാജ്യത്തിൻ്റെ ഒരു ഹാർമണി, ഇവിടെയുള്ള മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച ഒരു പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നത് എൻ്റെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. ഇന്ത്യയെ ഇന്നത്തെ നിലയിലേക്ക് കൈപ്പിടിച്ചു വളർത്തിയത് കോൺഗ്രസ് ആണെന്നും അതുവഴി മതേതരത്വം സംരക്ഷിക്കപ്പെട്ടെന്നും രമേശ് പറഞ്ഞു. BJP ഇതിൻ്റെയെല്ലാം ഗുണം അനുഭവിക്കുകയാണെന്നും പിഷാരടി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.